ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇത് മരണമായിട്ട് കുറുവ വനസമര സമിതി അടച്ചത് യാതൊരുവിധ ഇതുമില്ല. നമ്മൾ പോളിൻ്റെ കുടുംബത്തിനെ വനസമര സമിതിയും അതുപോലെ വനം ഡിപ്പാർട്ട്മെൻറ്റും ഇത് മുമ്പ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പോളിൻ്റെ ആ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഇത് കുറുവാദ്വീപ് അടച്ച വലിയൊരു വീഴ്ച തന്നെയാണ്. പക്ഷെ അതൊരു കാരണമല്ല. ഇത് ഉപജീവനം നമുക്കത് ഞങ്ങളുടെ ഇത് വേണം. പക്ഷേ ഇതിന് യാതൊരു ഇതുമില്ല. അതായത് കുറുവാദ്വീപും എക്കോ ടൂറിസം സെൻ്റർ അടച്ചിടേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ 40 കുടുംബമാണ്. അതിൽ തന്നെ മുഴുവൻ ആളുകളും SC/ST കുടുംബത്തിൽ രാഹുൽ ഗാന്ധിനോട് ഇത് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ഇത് സംഭവിച്ച കാര്യങ്ങളെ പറ്റി ഞങ്ങൾ ഇത് തുറക്കാനുള്ള മുഴുവൻ 4 എക്കോ സെൻ്ററും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഇത് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ നിവേദനം രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പോളിൻ്റെ കുടുംബത്തെ നമ്മൾ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വനസമര സമിതി കാലാകാലങ്ങളായിട്ട് പോളിൻ്റെ കുടുംബത്തെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സംഭവിച്ചാൽ പോലും വനസമര സമിതി ഇടപെടാറുണ്ട്. ഈ ഒരു വലിയ പ്രതിസന്ധിയിലാണ് കുറേ ദിവസങ്ങളായിട്ട്. ദിവസങ്ങളല്ല, വർഷങ്ങളോളം ഞങ്ങളിപ്പോൾ വളരെ ദയനീയമാണ്. ഞങ്ങൾക്കൊരു കൃഷി പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥ. കാരണം ഈ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഏകദേശം ഒരു 5 ലക്ഷം ഉറുപ്പിയോളം കാട്ടാന മാത്രം കളഞ്ഞു നടന്നിട്ടുണ്ട്. ഞാനൊരു പോസ്റ്റൽ ജീവനക്കാരനും കൂടിയാണ്, കൂലിപ്പണിക്കാരനാണ്, പോസ്റ്റൽ തപാലിൽ ED-കാരനാണ്. എന്നെ കാട്ടാന കൂട്ടി ഇവിടെ ഇട്ടതാണ്. എന്നിട്ട് ആ ഫോറസ്റ്റുകാരാകെ കണ്ടത് 1622 രൂപയാണ് അവരാകെ എനിക്ക് വിലയിട്ടത്. ഇന്ന് വരെ ജീവന വിലയിട്ട് അത് ഇന്ന് വരെ വാങ്ങിയിട്ടുമില്ല. ഞാൻ 1262 രൂപ. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ലീവ് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതൊക്കെ പോയിക്കോട്ടെ, അത് ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷെ ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ ഒരു 6 മണി മുതൽ 6 മണി വരെ ഈ റോഡിൽ കൂടെ നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. എൻ്റെ ഡ്യൂട്ടി മുഴുവൻ ഈ ഫോറസ്റ്റ് കൂടെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നിങ്ങൾക്ക് എത്ര ആശ്വാസമാകുന്നുണ്ട്? ഒന്നും വേണ്ടത് രാഹുൽ ഗാന്ധി അല്ല, അത് ഒരു നിയമത്തിന്റെ ഇതിൽ കിടക്കുകയാണ്. അയാൾക്ക് വന്നു പോകുക എന്നുള്ള ആ ഒരു ഇത് കഴിയുള്ളൂ. കാരണം ഒരു MP നിലയ്ക്ക് അയാൾക്ക് ഒരു പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്തൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ഫോറസ്റ്റ് നിയമമാണ്. ഈ റോഡ് വീതി കൂട്ടുമ്പോൾ പറയും ഫോറസ്റ്റുകാർ പറയാൻ വീതി കൂട്ടണ്ട, അത് ഞങ്ങളതാണെന്ന് പറയും. അപ്പോൾ അവർക്ക് കേന്ദ്ര നിയമവും അത് കഴിഞ്ഞാൽ അവർ ഈ റോഡ് കൂടെ പോകുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഒരു അവസ്ഥ.